കോട്ടയം നാഗമ്പടം മൈതാനിയിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ജലസേചന ഭൂജല വകുപ്പുകളുടെ സ്റ്റാളുകൾ ശ്രദ്ധ നേടുന്നു. അപ്പർ കുട്ടനാടൻ പാടശേഖരത്തിന്റെ വർക്കിംഗ് മോഡലാണ് ജലസേചന വകുപ്പിന്റെ സ്റ്റാളിലെ ആകർഷണം. ഭൂമിക്കടിയിലെ ജലലഭ്യത കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയ വിദ്യകൾ മാതൃക ഭൂജല വകുപ്പിന്റെ സ്റ്റാളിലെത്തിയാൽ കാണാം. അപ്പർ കുട്ടനാടിന്റെ പാടശേഖരത്തിന്റെ പ്രവർത്തന മാതൃകയാണ് ജലസേചന വകുപ്പ് സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് താണ് സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് മേഖലയിൽ എങ്ങനെയാണ് നെൽകൃഷിയും മറ്റും വിജയകരമായി കൃഷി ചെയ്യുന്നത് എന്നതിന്റെ മാതൃകയാണ് കുട്ടനാടിന്റെ മിനിയേച്ചർ രൂപത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ അപ്പർ കുട്ടനാടൻ പാടശേഖരത്തിൽ കൃഷി എങ്ങനെ നടക്കുന്നു, അതായത് പ്രധാനമായിട്ട് പുറന്തോടുകളിൽ നിന്നും വെള്ളം എങ്ങനെ അകത്തേക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നു, എക്സസ് വാട്ടർ എങ്ങനെ നമ്മൾ പമ്പ് ചെയ്യുന്നു, കൺവെൻഷണലായിട്ട് ഉപയോഗിക്കുന്ന പെട്ടിപ്പറ സിസ്റ്റത്തിലൂടെ നമ്മൾ എങ്ങനെ എക്സസ് വാട്ടർ പമ്പ് ഔട്ട് ചെയ്ത് കളയുന്നു, പാടശേഖരത്തിനുള്ളിൽ വരുന്ന ചാലുകൾ, പുറംബണ്ടുകൾ, അങ്ങനെ ഒരു ടിപ്പിക്കൽ അപ്പർ കുട്ടനാടൻ പാടശേഖരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മോഡലാണ്. കൃഷിക്കാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും മാത്രം അറിയാമായിരുന്നൊരു കാര്യം പൊതുജനങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുക എന്നതാണ് ജലസേചന വകുപ്പ് കുട്ടനാട് പാക്കേജ്, കുട്ടനാട് ഡെവലപ്മെന്റ് ഡിവിഷൻ തണ്ണീർമുഖമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂഗർഭജലത്തിന്റെ ലഭ്യത ശാസ്ത്രീയമായി കണ്ടുപിടിക്കുന്നതിന്റെ മാതൃകയാണ് ഭൂജല വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മണൽ പ്രദേശത്തും തീരപ്രദേശങ്ങളിലും മറ്റും ഭൂജല വകുപ്പ് നിർമ്മിച്ചു കൊടുക്കുന്ന കുഴൽക്കിണറിന്റെ മാതൃകകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭൂജല വകുപ്പ് നടപ്പാക്കുന്ന വിവിധ കുടിവെള്ള പദ്ധതികളുടെ വെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താനുള്ള ഫിൽട്ടർ സംവിധാനത്തിന്റെ മോഡലുകളും സ്റ്റാളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. പാടത്തിലേക്ക് വെള്ളം കയറ്റി പാടം മുക്കിയിടാനുമായിട്ട് അത് മണ്ണിന്റെ വളർക്കൂറ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് വെള്ളത്തിൽ മുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പൊതുമട. അത് ആണ് ആ സൈഡിൽ കാണുന്നത്, പൊതുമട എന്നതുകൊണ്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ പുറംബണ്ടുകളിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ പാടശേഖരങ്ങളിൽ ഉണ്ടാവാറുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.